ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഇൻഡോ ചൈനീസ് റെസിപ്പിയായ നൂഡിൽസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു പാനിലേക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാൻ മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഒരു പീസ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതുപോലെ അതൊന്നും പൊടിക്കാതെ ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മളത് വെക്കുന്ന ടൈമിൽ തന്നെ കുറച്ചൊക്കെ പൊടിഞ്ഞിട്ട് പോകും. പക്ഷേ ഇതുപോലെ വലിയ പീസായിട്ട് ഇടുമ്പോൾ നമുക്ക് ഏകദേശം അത് പൊടിയാതെ കിട്ടും. അതിൻ്റെ പേരിൽ കൈവച്ചിട്ട് പൊടിച്ചിട്ടൊന്നും ചേർക്കരുത്. സാധാരണ നമ്മളൊരു നൂഡിൽസിൻ്റെ പാക്ക് വാങ്ങുമ്പോഴത്തേക്കും അതിൽ ഇതുപോലെ ഓരോ പീസായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കവറ് നൂഡിൽസ് വാങ്ങിയ ടൈമിൽ എനിക്ക് അതിനുള്ളിൽ ഒരു 5 പീസോളം ഉണ്ടായിരുന്നു. അതിൽ ഒരു പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 300 ഗ്രാമാണ് ഈ ഒരു പീസ്. നൂഡിൽസ് നമ്മൾ എപ്പോഴും വേവിച്ചെടുക്കുന്ന ടൈമിൽ അത് ഒരുപാട് വെന്തിട്ട് പോകരുത്. ഒരു 80 to 90% വരെ മാത്രമേ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഒരു 90% അത്രയും മാത്രം നമ്മൾ വേവിച്ചെടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് രണ്ടാമത് വേവിച്ചെടുക്കുന്ന ടൈമിൽ പ്രത്യേകിച്ച് വെന്തിട്ട് കുഴഞ്ഞു പോകും, നല്ല സ്റ്റിക്കി ആയിട്ടായി പോവും. അതിൻ്റെ പേരിലാണ് ആ ഒരു രീതിയിൽ നമ്മളത് എടുക്കുന്നത്. ഇനി ഈ നൂഡിൽസിന് അത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ട് വരും. അത്രയും സമയം മാത്രം നമ്മളൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഈ വെള്ളം ഫുള്ളൊന്ന് അരിച്ചു മാറ്റാം. നമ്മളിതുപോലെ വെള്ളം ഫുള്ളും അരിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്കും അത് സ്റ്റിക്ക് ആവില്ല. കാരണം നമുക്കിനി കുറച്ച് മസാലകൾ ചെയ്തെടുക്കാറുണ്ട്. അത്രയും സമയം കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കും. അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ശരി, ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസിന് വേണ്ട മസാലകൾ തയ്യാറാക്കിയെടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും നമ്മൾ നൂഡിൽസ് തയ്യാറാക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോഴാണ് ആ നൂഡിൽസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ചെയ്തെടുത്താൽ മതിയാവും. ഈ ടൈമിൽ ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെ ആ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ട് വരണം എന്ന് ആവശ്യമില്ല. സവാള നന്നായിട്ട് വെന്തിട്ട് വന്നാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ക്യാബേജ് കൂടി എടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും വെജിറ്റബിൾസും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്തിട്ട് പോകരുത്. ഒരു പകുതി അളവിൽ മാത്രം വെന്തിട്ട് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസുകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ വിനിഗറും ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വിനിഗർ ചേർക്കുന്നത് ചെറിയ ഒരു സോർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനിഗർ ചേർക്കുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസിലെല്ലാം ഇതുപോലെ വിനിഗർ കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വിനിഗർ ചേർത്തിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അല്ലാതെ ഇത് നന്നായിട്ട് വറ്റിയിട്ടൊന്നും പോകരുത്. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത സോസൊന്നും ഒരു 10 സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം.
നൂഡിൽസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു 2 സ്പൂൺ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. കാരണം 1 സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം നൂഡിൽസിൽ ഇച്ചിരി നീളത്തിലുള്ളതിലായതിൻ്റെ പേരിലാണ്. നമ്മുടെ ഈ വെജിറ്റബിൾ മസാല ഫുള്ള് നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത സോസിലെല്ലാം ഉപ്പുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഉപ്പ് ചേർക്കാതിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നൂഡിൽസിലും ഉപ്പുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഇതിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ശകലം ചേർത്തോണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന ടൈമിൽ കയ്യിലൊരല്പം സ്പ്രിംഗ് ഓണിയൻ കൂടി ഉണ്ടെങ്കിൽ ആ സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ friends.